Good morning everyone. Welcome back to my channel NCERT മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT ക്ലാസ് 8 സയൻസിലെ ചാപ്റ്റർ 3 സിന്തറ്റിക് ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും കാണണം. അപ്പോൾ നമ്മൾ സാധാരണ നൈലോണിനെ പറ്റിയും റയോണിനെ പറ്റിയും അതുപോലെ തന്നെ പോളിസ്റ്ററിനെ പറ്റിയൊക്കെ ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ്? സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റീസൊക്കെ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇമാജിൻ ദാറ്റ് ഇറ്റ് ഈസ് എ റെയിനി ഡേ. What kind of umbrella would you use and why? Synthetic fibers possess unique characteristics which make them popular dress materials. They dry up quickly, are durable, less expensive, readily available and easy to maintain. Performing the following activity and learn to be yourself. Okay, learn for yourself. Okay, അപ്പോൾ എന്തൊക്കെയാണ് ഇത് റെയിനി ഡേയ്സിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? അംബ്രല്ല യൂസ് ചെയ്യുക. ഈ അംബ്രല്ല എന്ത് മെറ്റീരിയലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഒബ്വിയസ്ലി ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ്. സോ ദേ ഹാവ് സം ക്വാളിറ്റീസ്, അതായത് ദേ ഡ്രൈ അപ്പ് ഈസിലി, അല്ലേ? പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. നിങ്ങൾ അംബ്രല്ല മഴയത്ത് വെച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് റൂമിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? പെട്ടെന്ന് തന്നെ അതിൽ വെള്ളം തോർന്നിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ ദേ ഡ്രൈ അപ്പ് ഈസിലി, ഡ്യൂറബിൾ ആണ്, കുറച്ച് കാലം ഈട് നിൽക്കും, ലെസ് എക്സ്പെൻസീവ് ആണ്, അതിന് മാത്രം അത്ര കോസ്റ്റ് ഒന്നുമില്ല, റെഡിലി അവൈലബിൾ ആണ്, അല്ലേ? എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും അംബ്രല്ലാസ് അവൈലബിൾ ആണ്. നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ ക്വാളിറ്റീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ആക്ടിവിറ്റി 3.2 നമുക്ക് എന്താ പറയുന്നത്? ടേക്ക് 2 ക്ലോത്ത് പീസസ് ഓഫ് സെയിം സൈസ്, റഫ്ലി ഹാഫ് എ മീറ്റർ square each, and each of them should be from natural fiber and the other should be from synthetic fiber. You can take help of your parents to selecting these pieces. Soak them in different mugs, each containing the same amount of water. Take the pieces out of the containers after 5 minutes and spread them in a sun for few minutes. Compare the volume of water in each container. അപ്പം 2 pieces of cloth എടുക്കുക. 1 piece should be from natural fiber, either it can be cotton or wool. മോസ്റ്റ്ലി നമ്മുടെ നാട്ടിലൊക്കെ കോട്ടനാണ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. വൂൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇറ്റ് ഈസ് സിന്തറ്റിക് ഫൈബർ. സോ വി ഡോണ്ട് യൂസ് ദി വൂൾ, അല്ലേ? സിന്തറ്റിക് വൂളൊന്നും ഒരിക്കലും യൂസ് ചെയ്യരുത്. യു മസ്റ്റ് ഹാവ് ടു യൂസ് കോട്ടൺ, അല്ലേ? കോട്ടനാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത ഒരു പീസ് ഓഫ് ക്ലോത്ത് ഷുഡ് ബി എന്തായിരിക്കണം? സിന്തറ്റിക് ഫൈബർ ആയിരിക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? പാരൻസിനോട് ചോദിക്കണം, ഇതാണോ കോട്ടൺ, ഇതാണോ സിന്തറ്റിക് ഫൈബേഴ്സ് എന്ന്. അവർക്ക് മനസ്സിലാവും പെട്ടെന്ന് തന്നെ, ആ ടെക്സ്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ അവരോട് ചോദിച്ചിട്ട് വേണം ഇതൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എന്ത് ചെയ്യണം? 2 മഗ്സ്, ആ മഗ്ഗിനകത്ത് രണ്ടും സെയിം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആയിരിക്കണം. അങ്ങനെ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഓരോ സിന്തറ്റിക് ഫൈബറും അതുപോലെ തന്നെ ഈ ക്ലോത്ത് ഫ്രം ദ നാച്ചുറൽ ഫൈബർ നമ്മൾ അതിനകത്ത് ഡിപ്പ് ചെയ്യണം. അങ്ങനെ കുറച്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതെന്ത് ചെയ്യണം? നമുക്ക് സണ്ണിൽ കൊണ്ടുപോയിട്ട് സ്പ്രെഡ് ചെയ്യണം, അതായത് വെയിലത്ത് കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് അതിൻ്റെ വോളിയൂം ഓഫ് വാട്ടർ ഏതിലാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഏത് തുണിയുടെ കഷ്ണമാണ് വലിച്ചെടുത്തിട്ടുള്ളതെന്നൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്താ റിസൾട്ട് കിട്ടിയെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പറയണം കേട്ടോ, മറക്കരുത്. അപ്പോൾ അതാണ് നമ്മുടെ ആക്ടിവിറ്റി 3.2. അപ്പോൾ ഡു സിന്തറ്റിക് ഫൈബേഴ്സ് സോക്ക് ലെസ് ഓർ മോർ ദാൻ ദി നാച്ചുറൽ ഫൈബേഴ്സ്? ഡു ദേ ടേക്ക് ലെസ് ഓർ മോർ ടൈം ടു ഡ്രൈ, അല്ലേ? അപ്പോൾ നിങ്ങൾ സണ്ണിൽ ഡ്രൈ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വെള്ളം വലിച്ചെടുക്കുന്നത് ഏതിനാണ്, അതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഏതിനാന്നൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടെത്തിയിട്ട് എനിക്ക് എന്ത് ചെയ്യണം? ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ ആരും. അപ്പോൾ വാട്ട് ഇസ് ദിസ് ആക്ടിവിറ്റി ടെൽ അസ് അബൌട്ട് എന്നൊക്കെ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഫൈനൽ കൺക്ലൂഷൻ നിങ്ങൾക്ക് കിട്ടും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പോൾ സിന്തറ്റിക് ഫൈബേഴ്സിനെ പറ്റി നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ദി പ്ലാസ്റ്റിക്സ്. പ്ലാസ്റ്റിക്സ് ആണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഈ 3.4 പ്ലാസ്റ്റിക്സ് പറയുന്നത്, യു മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് മെനി പ്ലാസ്റ്റിക് ആർട്ടിക്കിൾസ് യൂസ്ഡ് ബൈ എവറി ഡേ. മേക്ക് എ ലിസ്റ്റ് ഓഫ് സച്ച് ഐറ്റം ഇൻ ദ യൂസസ്, അല്ലേ? നമ്മൾ ഒരുപാട് പ്ലാസ്റ്റിക്സ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ? നമ്മൾ കുളിക്കാൻ യൂസ് ചെയ്യുന്ന കപ്പ്, ബ്രഷ്, നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷിൻ്റെ ഹാൻഡിൽ, പേസ്റ്റിൻ്റെ കവറ്, അതുപോലെ തന്നെ സോപ്പിൻ്റെ ഉള്ളിലുള്ള പ്ലാസ്റ്റിക് കോട്ടിങ്, അങ്ങനെ വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പ്ലാസ്റ്റിക് ഈസ് വേഴ്സറ്റൈൽ, എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ വാട്ട് ഈസ് പ്ലാസ്റ്റിക്? പ്ലാസ്റ്റിക് ഈസ് ഓൾസോ എ പോളിമർ ലൈക്ക് ദ സിന്തറ്റിക് ഫൈബർ. ഓൾ പ്ലാസ്റ്റിക് ഡു നോട്ട് ഹാവ് ദ സെയിം ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് യൂണിറ്റ്സ്. ഇറ്റ് ഹാസ് സം ഹാസ് ലീനിയർ whereas others are close linked. അപ്പോൾ ഇതൊരു പോളിമർ ആണല്ലേ. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ സിന്തറ്റിക് ഫൈബർ പോലെ തന്നെയാണ്. അതിനെന്തില്ല, അതിൻ്റെ അറേഞ്ച്മെൻറ്റിന് എപ്പോഴും സെയിം ആയിരിക്കണം എന്നില്ല.
ആയിരിക്കില്ല. ചില സമയത്ത് ലീനിയർ അറേഞ്ച്മെൻ്റ് ആയിരിക്കും, ചില സമയത്ത് എന്തായിരിക്കും ക്രോസ്ഡ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ 3.6 കാണാൻ പറ്റും. ലീനിയർ അറേഞ്ച്മെൻറ്റ് പറയുമ്പോൾ ലൈൻ പോലെ 1 ആയിട്ട് ഇങ്ങനെ ലൈൻ പോലുള്ളതാണ് ലീനിയർ അറേഞ്ച്മെൻറ്റ്. ഇനി ക്രോസ് ലിങ്ക്ഡ് ആണെങ്കിൽ എന്താ, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ ഉണ്ടാവും ഓരോ യൂണിറ്റ്സ് തമ്മിലുള്ള ബന്ധം. അപ്പോൾ plastics should not be, or plastic do not have same type of arrangement. It can be either linear or either cross-linked. Okay, so plastic articles are available in the possible shapes and sizes that you can see in 3.7. ഒരുപാടുണ്ട്, മഗ് ഉണ്ട്, ചെയേഴ്സ് ഉണ്ട്, ബക്കറ്റ്സ് ഉണ്ട്, ബാസ്ക്കറ്റ്സ് ഉണ്ട്. ഇനിയിപ്പോൾ കാറിൻ്റെ പല പാർട്സും പ്ലാസ്റ്റിക് ആണ്. കാറ്, ബൈക്ക്, വെഹിക്കിൾസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളിൽ ഫുള്ള് നമ്മൾ എന്താണ് കാണുന്നത്, പ്ലാസ്റ്റിക്സിൻ്റെ അംശങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുന്ന സാനിറ്റൈസർ അല്ലേ, മോസ്റ്റ്ലി സാനിറ്റൈസർ ബോട്ടിൽസ് എന്താണ്, പ്ലാസ്റ്റിക്സ് ആണ്. അതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്പ്രേ, ഡിയോഡ്രൻറ്റ്, എക്സെട്ര വാട്ടർ ബോട്ടിൽ, എക്സെട്ര ഇറ്റ്സ് ഓൾ മെയ്ഡ് അപ്പ് ഓഫ് പ്ലാസ്റ്റിക്സിൽ. എല്ലാം എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്, നമ്മുടെ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വേഴ്സറ്റൈലാണ്. വേഴ്സറ്റൈൽ എന്ന് വെച്ചാൽ എല്ലായിടത്തും അവൈലബിൾ ആണ് അല്ലേ. സോ പ്ലാസ്റ്റിക് ക്യാൻ ബി റീസൈക്കിൾഡ്. പ്ലാസ്റ്റിക് എന്ത് ചെയ്യാൻ പറ്റും, റീസൈക്കിൾ ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും, കളർ ചെയ്യാൻ പറ്റും, മെൽറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ ഷീറ്റായിട്ട് റോൾ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഓർ മെയ്ഡ് ഇൻ ടു വയേഴ്സായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് ഓഫ് പ്ലാസ്റ്റിക്, ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി റീസൈക്കിൾഡ്, റീയൂസ്ഡ്, colored, melted and rolled into sheets or made into wires. So it is a plastic easily moldable ആണ്. It can change its shape അല്ലേ. മോൾഡബിൾ എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ ഷേപ്പ് മാറ്റാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഫൈൻഡ് സച്ച് എ വെറൈറ്റി ഓഫ് യൂസസ്. ഈ പറയുന്ന റീയൂസ്, അതായത് റീസൈക്കിൾ, കളേർഡ്, മെൽറ്റഡ്, റോൾഡിൻ്റെ ഷീറ്റ്സ്, ഈ പ്രോപ്പർട്ടീസ് ഒക്കെ കാരണമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് യൂസസിന് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, so that's all about that paragraph. Then what is polythene? Polythene means poly plus ethene. It is an example of plastic. It is used for making commonly polythene bags. നിങ്ങൾ പ്ലാസ്റ്റിക് കവറുകളിൽ 1 രൂപ കൊടുത്ത് 2 രൂപ കൊടുത്ത് ഇപ്പോൾ ബാൻ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ നമ്മുടെ ഷോപ്സ് ഒന്നും പ്ലാസ്റ്റിക് കവർ കൊടുക്കുന്നില്ല. അത്യാവശ്യം വേണ്ട ഇപ്പോൾ മീൻ, അതുപോലെ തന്നെ ഇറച്ചി, ചിക്കൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പ്ലാസ്റ്റിക് കവർ അധികം യൂസ് ചെയ്യാറുള്ളൂ. യൂസ് ചെയ്യുന്നതും ഉണ്ട്, ബട്ട് സ്റ്റിൽ, അതായത് ആസ് കമ്പയർ ടു ദ പ്രീവിയസ് 10 decade മുന്നേ, 10 വർഷം മുന്നേ നോക്കുകയാണെങ്കിൽ വി ഹാവ് ഇംപ്രൂവ്ഡ് എ ലോട്ട് അല്ലേ. നമ്മളിപ്പം അധികം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ ജൂട്ട് ബാഗ്സ്, കോട്ടൺ ബാഗ്സ്, അതുപോലെ തന്നെ നമ്മൾ പേപ്പർ ബാഗ്സൊക്കെയാണ് മോസ്റ്റ്ലി നമ്മൾ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ ഷോപ്സിലൊക്കെ നമ്മൾ അവർ കൊടുക്കുന്നത് അധികം അതാണ്. കാരണം വി ആർ റെഡ്യൂസിങ് ദി യൂസ് ഓഫ് പ്ലാസ്റ്റിക്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് ഇപ്പോൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പൊളിത്തീൻ എന്ന് പറയുമ്പോൾ 1 രൂപ കവറൊക്കെ കിട്ടുന്നുണ്ടാവും നിങ്ങൾ, അതാണ് നമ്മൾ പൊളിത്തീൻ ബാഗ് എന്ന് പറയുന്നത്. Now try to bend a piece of plastic yourself. Can you? All the plastics are bend easily അല്ലേ. നിങ്ങൾ പ്ലാസ്റ്റിക് ബെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാ ടൈപ്പ് പ്ലാസ്റ്റിക്കും ഒരുപോലെയാണോ, ഒരുപോലെ ബെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. You will observe that some plastic articles can bend easily while some break when forced to bend. When we add hot water to plastic bottle, it gets deformed. Such plastic which get deformed easily on heating can bend easily are called thermoplastic. അപ്പോൾ എല്ലാ പ്ലാസ്റ്റിക്കിനും ബെൻഡ് ചെയ്യാൻ പറ്റില്ല. ചില പ്ലാസ്റ്റിക്കിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ബെൻഡ് ചെയ്താൽ പിന്നെ അത് വേഗം പൊട്ടിപ്പോകും. ചില പ്ലാസ്റ്റിക് ഒരിക്കലും ബെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചില പ്ലാസ്റ്റിക്കുകളുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വാട്ടർ ബോട്ടിലിൽ അത് തിളച്ച വെള്ളം ഒഴിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ആ ഡീഫോമിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറും. അങ്ങനത്തെ പ്ലാസ്റ്റിക് അത് വെച്ചാൽ ഹീറ്റിങ്ങിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ബെൻഡ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കിനെ നമുക്ക് എന്ത് വിളിക്കാം, തെർമോപ്ലാസ്റ്റിക്. അതായത് തെർമോ മീൻസ് ഹീറ്റ്, തെർമോപ്ലാസ്റ്റിക്. അപ്പോൾ തെർമോ മീൻസ് ഹീറ്റ്. സോ ദ പ്ലാസ്റ്റിക്സ് വിച്ച് ഗെറ്റ് deformed easily on heating and can be bent easily are known as thermoplastic. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒരു പ്ലാസ്റ്റിക് അത് പെട്ടെന്ന് തന്നെ ഹീറ്റ് വഴി ഡീഫോംഡ് ആവുകയാണ്, അതുപോലെ നല്ല രീതിയിൽ അത് ബെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെന്ത് വിളിക്കാം, തെർമോപ്ലാസ്റ്റിക്സ് എന്ന് നമുക്ക് വിളിക്കാം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പൊളിത്തീൻ ബാഗ് അല്ലേ. പൊളിത്തീൻ ബാഗ് ചുട്ടാൽ പെട്ടെന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അത് മീൻസ് അതുകൊണ്ട് പൊളിത്തീൻ ബാഗ് ചുടരുത് എന്നുള്ള മീനിങ് അല്ല. പിന്നെ PVC പൈപ്പുകളിൽ നമ്മൾ വെള്ളമൊക്കെ അടിക്കാൻ മോട്ടറൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ PVC പൈപ്പ് യൂസ് ചെയ്യും. അതിനൊക്കെ എന്താണ്, അത് തെർമോപ്ലാസ്റ്റിക്സ് ആണ്.
ദേ ആർ യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് ടോയ്സ് അല്ലേ, അത് ടോയ്സൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേറെ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ഉണ്ട്. ഓൺ ദ അതർ ഹാൻഡ് ദർ ആർ സം പ്ലാസ്റ്റിക്സ് വിച്ച് വെൻ മോൾഡഡ് വൺസ് ക്യാൻ നോട്ട് ബി സോഫ്റ്റൻ ബൈ ഹീറ്റിംഗ്. അതായത് ചില പ്ലാസ്റ്റിക്കുകൾ നമുക്കൊരിക്കലും മറ്റേ ഇങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് സോഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പ്ലാസ്റ്റിക്സ് നമുക്ക് എന്ത് വിളിക്കാം? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് വിളിക്കാം. സോ ദീസ് പ്ലാസ്റ്റിക്സ് ആർ കോൾഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. ദ പ്ലാസ്റ്റിക്സ് വെൻ മോൾഡഡ് വൺസ് വിച്ച് cannot be softened by heat. ഹീറ്റ് വഴി സോഫ്റ്റ് ആക്കാൻ പറ്റാത്ത പ്ലാസ്റ്റിക്സ് നമുക്ക് എന്ത് വിളിക്കാം? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. എക്സാമ്പിൾ ബേക്കിലൈറ്റിൻ്റെ മെലാമിൻ ഉണ്ട്. ബേക്കിലൈറ്റും മെലാമിനൊക്കെയാണ് എൻ്റെ എക്സാമ്പിൾ. ബേക്കിലൈറ്റ് ഇസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ബേക്കിലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിസിറ്റിയുടെ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇലക്ട്രിക് സ്വിച്ചസ്, ഹാൻഡിൽസ് ഓഫ് വേരിയസ് യൂട്ടൻസിൽസ് എക്സെട്ര. അപ്പോൾ നിങ്ങൾ ഫ്രൈയിങ് പാനൊക്കെ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഹാൻഡിൽ ഒരിക്കലും എന്തായി പോവില്ല, ഉരുകി പോവില്ല. കാരണം ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. അതുപോലെ തന്നെ ഹാൻഡിൽസ് ഓഫ് വേരിയസ് യൂട്ടൻസിൽസ് അല്ലേ, ഒരുപാട് പാത്രങ്ങളുടെ ഹാൻഡിൽസ്, ഇലക്ട്രിക് സ്വിച്ചസ്, ഇതൊക്കെ നമ്മൾ എന്തായി തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇനി മെലാമിൻ ഈസ് എ വേഴ്സറ്റൈൽ മെറ്റീരിയൽ അല്ലേ. So melamine is a versatile material. It resists fire and can tolerate heat better than other plastics. So അതൊരു versatile material ആണ്. അതെന്ത് ചെയ്യും? ഹീറ്റ് റെസിസ്റ്റ് ചെയ്യില്ലേ, നമ്മുടെ തീനെ റെസിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അതിന് ഒരുപാട് ഹീറ്റ് ബാക്കിയുള്ള പ്ലാസ്റ്റിക്സിനെക്കാളും ഭയങ്കരമായിട്ട് ഹീറ്റ് അത് അഫോർഡ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതാണ് അതിന് അനുഭവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതൊന്നും ആവില്ല. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫ്ലോർ ടൈലുകൾ യൂസ് ചെയ്യാനും, കിച്ചൺ വെയേഴ്സ് അല്ലെങ്കിൽ കിച്ചണിലെ പാത്രങ്ങൾ യൂസ് ചെയ്യാനും, ഫാബ്രിക്സ്, ചില ഫാബ്രിക്സ് ഒക്കെ റെസിസ്റ്റ് ഫയറിൽ അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദർ ആർ വേരിയസ്. അപ്പോൾ ഈ ഒരു 3.8 ഒരുപാട് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സും ഉണ്ട്. തെർമോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ ടിന്നുകൾ, നമ്മുടെ ഇലക്ട്രിക് വയറുകളിലുള്ള പുറത്ത് കോട്ടിംഗ് ഒക്കെ. ഈ തെർമോസെറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വിച്ചസിലെ ചില ടൈപ്പ് ഓഫ് ഫ്ലോറിങ് ടൈലുകൾ, അതുപോലെ ചില ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സൊക്കെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ആണ്. ഇനി പ്ലാസ്റ്റിക്സ് ആസ് എ മെറ്റീരിയൽ ഓഫ് ചോയ്സ് അല്ലേ. പ്ലാസ്റ്റിക്സ് ആസ് എ മെറ്റീരിയൽ ഓഫ് ചോയ്സ് എന്ന് പറയുമ്പോൾ ടുഡേ ഇഫ് യു തിങ്ക് സ്റ്റോറിങ് എ ഫുഡ് ഐറ്റം, വാട്ടർ, മിൽക്ക്, പിക്കിൾസ്, dry food etc. plastic containers are seem to be most convenient. നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി വിചാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പാത്രമാവട്ടെ, ഇനി അച്ചാറാവട്ടെ, പാലാവട്ടെ, ഇനി ഓരോ ഗ്രെയിൻസ് ആവട്ടെ, എന്തും ആവട്ടെ, നമ്മൾ എന്താണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുക? പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുക. ദിസ് ഈസ് ബിക്കോസ് ദേ ആർ ലൈറ്റ് വെയ്റ്റ്, ലോവർ പ്രൈസ്, ഗുഡ് സ്ട്രെങ്ത് ആൻഡ് ഈസിലി ഹാൻഡ്ലിങ്. ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട്, അതുപോലെ തന്നെ പ്രൈസ് കുറവായതുകൊണ്ട്, നല്ല സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ബീങ് ലൈറ്റർ ആസ് കമ്പയർഡ് ടു മെറ്റൽസ്, പ്ലാസ്റ്റിക്സ് ആർ യൂസ്ഡ് ഇൻ കാർസ്, എയർക്രാഫ്റ്റ്സ് ആൻഡ് സ്പേസ് ക്രാഫ്റ്റ്. അപ്പോൾ ലൈറ്റർ ആയതുകൊണ്ട് തന്നെ, മെറ്റലിനെ കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്റർ ആയതുകൊണ്ട് ഇത് എയർക്രാഫ്റ്റിലും സ്പേസ് ക്രാഫ്റ്റിലും കാർസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദി ലിസ്റ്റ് ഇസ് എൻഡ്ലെസ് ഇഫ് യു സ്റ്റാർട്ട് കൗണ്ടിങ് ആർട്ടിക്കിൾസ് ലൈക്ക് സ്ലിപ്പേഴ്സ്, ഫർണിച്ചർ, ഡെക്കറേഷൻ പീസസ് എക്സെട്ര. അല്ലെ, നമ്മൾ നോക്കുകയാണെങ്കിൽ അത്രത്തോളം ഉണ്ട് നമ്മൾ ഈ പറയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്ലാസ്റ്റിക് ഇസ് നോൺ റിയാക്റ്റീവ് അല്ലേ. എങ്ങനെയാണ് പ്ലാസ്റ്റിക് നോൺ റിയാക്റ്റീവ്, അല്ലെങ്കിൽ എന്താണ് അത് നമുക്ക് മനസ്സിലാക്കാം. You know that metals like iron get rusted when left exposed to moisture and water അല്ലേ. മോയ്സ്ചർ ആൻഡ് എയറിൽ നമ്മൾ എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ മെറ്റൽസ് ആയിട്ടുള്ള ഇപ്പം ഇരുമ്പൊക്കെ എന്താവും? തുരുമ്പ് പിടിക്കും. ബട്ട് പ്ലാസ്റ്റിക്സ് ഡു നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ ആൻഡ് എയർ അല്ലേ. പ്ലാസ്റ്റിക്സ് ഒരിക്കലും വാട്ടർ ആൻഡ് എയറുമായിട്ട് റിയാക്ട് ചെയ്യില്ല. ദേ ആർ നോട്ട് കൊറോഡഡ് ഈസിലി. ദാറ്റ് ഈസ് വൈ ദേ ആർ യൂസ്ഡ് ഫോർ സ്റ്റോറിങ് വേരിയസ് കൈൻഡ്സ് ഓഫ് മെറ്റീരിയൽ ഇൻക്ലൂഡിങ് മെനി കെമിക്കൽസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരുപാട് കെമിക്കൽസും മെറ്റീരിയൽസും നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, അത് കൊറോഡ് ചെയ്യില്ല അല്ലേ. മെയിൻലി നമ്മൾ അയണൊക്കെ കൊറോഡ് ചെയ്ത പോലെ പ്ലാസ്റ്റിക്സ് ഒരിക്കലും കൊറോഡ് ചെയ്യില്ല. സോ പ്ലാസ്റ്റിക്സ് ആർ നോൺ റിയാക്റ്റീവ്. സോ പ്ലാസ്റ്റിക്സ് unlike iron, it does not get corroded easily on exposure to moisture and air. So they can be used for storing various kinds of material. So we can say that they are unreactive or non-reactive. So next is that plastic is light, strong and durable. എങ്ങനെയാണ് പ്ലാസ്റ്റിക് ലൈറ്റ് ആണ്, സ്ട്രോങ് ആണ്, ഡ്യൂറബിൾ ആണെന്ന് പറയാം. നിങ്ങളുടെ പാരൻസിനോട് ഗ്രാൻഡ് പാരൻസിനൊക്കെ നിങ്ങൾ ബക്കറ്റൊക്കെ നോക്കുകയാണെങ്കിൽ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് അവരുണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അതായത് പ്ലാസ്റ്റിക് കൊണ്ട് എല്ലാ കണ്ടെയ്നറിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ എന്താണെന്നൊക്കെ
അപ്പോൾ സിൻസ് പ്ലാസ്റ്റിക് നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ അലുമിനിയം കൊണ്ടായിരുന്നു എന്തുണ്ടാക്കിയിരുന്നത്, നമ്മുടെ ബക്കറ്റൊക്കെ ഉണ്ടാക്കിയിരുന്നത്. സിൻസ് പ്ലാസ്റ്റിക് ഈസ് വെരി ലൈറ്റ്, ഡ്യൂറബിൾ ആൻഡ് സ്ട്രോങ്, ഇറ്റ് ക്യാൻ ബി മോൾഡഡ് ഇൻ ടു വേരിയസ് ഷേപ്സ് ആൻഡ് സൈസസിൽ. അത് ഡ്യൂറബിൾ ആണ്, മോൾഡബിൾ ആണ്, അതുപോലെ സ്ട്രോങ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഷേപ്പുകളായിട്ട് അത് എന്ത് ചെയ്യുക, അത് മോൾഡ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വേരിയസ് പർപ്പസസ് അല്ലേ. പ്ലാസ്റ്റിക്സ് ആർ ജനറലി ചീപ്പർ ദാൻ മെറ്റൽസ്. മെറ്റൽസിനെക്കാളും ചീപ്പറാണ്. ദേ ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് ഫോർ ഹൗസ് ഹോൾഡ് യൂസസ്. അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസിനും ഇൻഡസ്ട്രീസിനൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ഉണ്ട് പ്ലാസ്റ്റിക്കിന്. സോ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാസ്റ്റിക് കണ്ടെയ്നർ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് വാട്ട് പ്ലാസ്റ്റിക് ഈസ് ലൈറ്റ്, ഡ്യൂറബിൾ ആൻഡ് ആസ് വെൽ ആസ് സ്ട്രോങ് എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ് പറയാം. ഇനി നമ്മൾ പറയുന്നത് വെച്ചാൽ പ്ലാസ്റ്റിക്സ് ആർ പുവർ കണ്ടക്ടേഴ്സ് അല്ലേ. അതായത് മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇലക്ട്രിക് വയേഴ്സിലൊക്കെ എന്തുണ്ട്, പ്ലാസ്റ്റിക് കവറിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഹാൻഡിൽ ഓഫ് സ്ക്രൂ ഡ്രൈവേഴ്സിലൊക്കെ പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ എന്താണ്, ഫ്രൈ പാൻസിലൊക്കെ പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ അതെന്താണ്, പുവർ കണ്ടക്ടർ ആണല്ലേ. ആ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് എന്നൊക്കെ പറയുന്നത് പുവർ കണ്ടക്ടർ ആണ്. ഇനി ഡിഡ് യു നോ plastics find extensive use in healthcare industry. That is, some examples of their uses like packaging of tablets, threads using for stitching wounds, syringes, doctors gloves and number of medical instruments. നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് യൂസ് ഉണ്ട് പ്ലാസ്റ്റിക്കിന്. ഒന്ന് നമ്മൾ ടാബ്ലറ്റൊക്കെ നമ്മൾ ടാബ്ലറ്റൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, പ്ലാസ്റ്റിക് കവറുകളാണ്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയില്ലേ, മുറിവുകൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ത്രെഡുകൾ, സിറിഞ്ചുകൾ, ഗ്ലവ്സ്, അതുപോലെ തന്നെ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ്, നമ്മൾ കത്തീറ്റർ പോലത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ എന്താണ്, പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇനി സ്പെഷ്യൽ പ്ലാസ്റ്റിക് കുക്ക്വെയർ ഈസ് യൂസ്ഡ് ഇൻ മൈക്രോവേവ് ഓവൻസ് ഫോർ കുക്കിംഗ് ഫുഡ്. ഇൻ മൈക്രോവേവ് ഓവൻസ് ദ ഹീറ്റ് കുക്സ് എ ഫുഡ് ബട്ട് ഡസ് നോട്ട് എഫക്ട് ദ പ്ലാസ്റ്റിക് വെസൽ. അപ്പോൾ ചില പ്ലാസ്റ്റിക് വെസൽസ് നമ്മൾ മൈക്രോവേവ് ഓവനില്ലേ, നമ്മൾ ഓവനകത്ത് നമ്മൾ വെക്കുന്നുണ്ട്. അതെന്താവുക, അത് മൈക്രോവേവ് ഓവൻ നമുക്കറിയാം 110 ഡിഗ്രി സെൽഷ്യസ് 120 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ആയിരിക്കും എപ്പോഴും നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനോ പിസ്സ ബേക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് ഒരുപാട് ടെമ്പറേച്ചറാണ് അല്ലേ, മോസ്റ്റ്ലി അബവ് 100 ഡിഗ്രി സെൽഷ്യസ്. സോ ചില പ്ലാസ്റ്റിക്കുകൾ അതിൽ നമ്മൾ യൂസ് ചെയ്യും. അതെന്ത് ചെയ്യില്ല, അതൊരിക്കലും ഇങ്ങനെ ആ ഹീറ്റിനായിട്ട് എഫക്റ്റ് ചെയ്യാത്ത പ്ലാസ്റ്റിക്സാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി എന്ന് പറയുമ്പോൾ ടെഫ്ലോൺ ഇസ് എ സ്പെഷ്യൽ പ്ലാസ്റ്റിക് ഓൺ വിച്ച് ഓയിൽ ആൻഡ് വാട്ടർ ഇസ് നോട്ട് സ്റ്റിക്ക്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ഓഫ് കുക്ക് വയേഴ്സ് അല്ലേ. കുക്ക് വയറില്ലേ, അതായത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ അടിയിൽ ബ്ലാക്ക് കളർ കാണാൻ പറ്റും. ആ ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് എന്താണ്, ടെഫ്ലോൺ ആണ്. ആ ടെഫ്ലോൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓയിലോ അല്ലെങ്കിൽ വാട്ടറോ ഒന്നും എന്ത് ചെയ്യില്ല, സ്റ്റിക്ക് ചെയ്യില്ല. അപ്പോൾ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്. ഓക്കെ, so then fire-proof plastics ഉണ്ട്. Although synthetic fibers catches fire easily, it is interesting to know that uniforms of firemen having coating of melamine plastic to make them flame resistant. അതായത് ഇപ്പോൾ നമ്മുടെ പെട്ടെന്ന് തന്നെ, അതായത് ഇപ്പോൾ ഫയർമാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ യൂണിഫോം എന്ന് പറയുന്നത് മെലാമിൻ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അവർക്ക് എപ്പോഴും ഈ തീപിടുത്തത്തിൽ നിന്നൊക്കെ ആൾക്കാർ രക്ഷിക്കാനൊക്കെ പോവേണ്ടതാണ്. അപ്പോൾ അതെപ്പോഴും എന്താണ്, ഈ പറയുന്ന പ്ലാസ്റ്റിക് ഫ്ലെയിം റെസിസ്റ്റൻ്റ് ആണ്, തീ കൊണ്ടാൽ അത് ഹീറ്റായി പോവില്ല. സോ അതൊക്കെയാണ് നമ്മൾ ആ ഒരു കാര്യങ്ങൾ. ഇനി പ്ലാസ്റ്റിക്സ് ആൻഡ് എൻവയോൺമെൻറ്റ്, എങ്ങനെയാണ് പ്ലാസ്റ്റിക്സിന് എൻവയോൺമെൻറ്റ് ആയിട്ടുള്ള ബന്ധം, എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൻ വി ഗോ ടു ദ മാർക്കറ്റ് വി യൂഷ്വലി ഗെറ്റ് തിങ്സ് ട്രാപ്ഡ് ഇൻ പ്ലാസ്റ്റിക് ഓർ പാക്ഡ് ഇൻ പൊളിത്തീൻ ബാഗ്സ്. ഒന്നെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കവറുകളിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാഗുകളിലൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് ഈ സാധനങ്ങളൊക്കെ പൊതിഞ്ഞിട്ട് മാർക്കറ്റിൽ നിന്ന് കിട്ടും. ദിസ് ഈസ് വൺ റീസൺ വൈ പ്ലാസ്റ്റിക് വേസ്റ്റ് കീപ് ഗെറ്റിംഗ് അക്യുമുലേറ്റഡ് ഇൻ അവർ ഹോംസ്. അൾട്ടിമേറ്റ്ലി പ്ലാസ്റ്റിക് ഫൈൻഡ്സ് ഇറ്റ്സ് വേ ടു ദ ഗാർബേജ്. ഡിസ്പോസൽ ഓഫ് പ്ലാസ്റ്റിക് ഇസ് എ മേജർ പ്രോബ്ലം. അപ്പോൾ ഇതുകൊണ്ടാണ് ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അധികം പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്കത് ഡിസ്പോസ് ചെയ്യാൻ അല്ലേ, അത് ഒഴിച്ചു മാറ്റാൻ അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. എന്തുകൊണ്ടാണത്? കാരണം പ്ലാസ്റ്റിക് ഈസ് നോൺ ബയോഡിഗ്രേഡബിൾ, അതായത് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറയാൻ പോവാണ്. എ മെറ്റീരിയൽ വിച്ച് ഗെറ്റ്സ് ഡികമ്പോസ്ഡ് ത്രൂ നാച്ചുറൽ പ്രോസസ് സച്ച് ആസ് ബൈ ആക്ഷൻ ബൈ ബാക്ടീരിയ ഇസ് കോൾഡ് ബയോഡിഗ്രേഡബിൾ. ബാക്ടീരിയ വഴി നമ്മൾ അത് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ബയോഡിഗ്രേഡബിൾ എന്ന് വിളിക്കാം. ഇനി എ മെറ്റീരിയൽ വിച്ച് കനോട്ട് ബി ഈസിലി ഡീകമ്പോസ്ഡ് ബൈ നാച്ചുറൽ പ്രോസസ് ഇസ് കോൾഡ് നോൺ ബയോഡിഗ്രേഡബിൾ. നാച്ചുറൽ പ്രോസസ് വഴി നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്തതിനെ നമുക്ക് എന്ത് വിളിക്കാം, നോൺ ബയോഡിഗ്രേഡബിൾ എന്ന് വിളിക്കാം. സോ എ മെറ്റീരിയൽ വിച്ച് ഗെറ്റ് decomposed through natural process is called biodegradable. A material which is not easily decomposed by natural process is termed as non-biodegradable. So that's all about the biodegradable and non-biodegradable. ഒരിക്കലും നാച്ചുറൽ പ്രോസസ് വഴി, ഇപ്പോൾ നമ്മൾ
വെജിറ്റബിൾ പീൽസൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു ഗാർബേജിൽ കൊണ്ടുപോയിടുകയാണെങ്കിൽ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ ഹ്യൂമസായി മാറുകയും അത് ഡീകമ്പോസ് ആയി പോവുകയും അത് ബയോഡിഗ്രേഡബിൾ ആണ്. ഇനി നമ്മൾ പ്ലാസ്റ്റിക് കവർ കൊണ്ടുപോയിട്ടല്ലോ അത് കാലാകാലം അവിടെ ഇങ്ങനെ ഇരിക്കും. കാരണം ബാക്ടീരിയാസിനൊന്നും ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ എഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദേ ആർ കോൾഡ് നോൺ ബയോഡിഗ്രേഡബിൾ. ഇനി ഈ ടേബിൾ 3.3 ഉണ്ട് അപ്രോക്സിമേറ്റ് ടൈമും നേച്ചർ ഓഫ് മെറ്റീരിയലും ടൈപ്പ് ഓഫ് വേസ്റ്റും എത്ര ടൈം ഇവർ ഡികമ്പോസ് ചെയ്യാൻ എടുക്കും, അവർ ബയോഡിഗ്രേഡബിൾ ആണോ നോൺ ബയോഡിഗ്രേഡബിൾ ആണോ എന്നൊക്കെ. അപ്പോൾ പ്ലാസ്റ്റിക് ബാഗ്സൊക്കെ നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. വെജിറ്റബിൾ പീൽസിൻ്റെ ഫ്രൂട്ട്സും ലെഫ്റ്റ് ഓവർ ഫുഡ് സ്റ്റഫൊക്കെ എന്താണ് ബയോഡിഗ്രേഡബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ടേബിളിൽ വായിച്ചിട്ട് മനസ്സിലാക്കുക എത്ര ടൈം എടുക്കും ഇത് ഡീകമ്പോസ് ചെയ്യാനെന്നൊക്കെ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ്. ആൻഡ് സിൻസ് പ്ലാസ്റ്റിക് ടേക്സ് സെവറൽ ഇയേഴ്സ് ടു ഡീകമ്പോസ്, ഇറ്റ് ഈസ് നോട്ട് environment friendly. It causes environment pollution. Besides, burning process in the synthetic material is quite slow. It does not get completely burned easily. So പ്ലാസ്റ്റിക് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യില്ല, ഒരുപാട് വർഷങ്ങളെടുക്കും അത് ഡീകമ്പോസ് ചെയ്യാൻ. അപ്പോൾ അത്രത്തോളം എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി അല്ല പ്ലാസ്റ്റിക്. അതെന്ത് ചെയ്യും, നമുക്ക് പൊല്യൂഷൻ അതായത് മലിനീകരണം കോസ് ചെയ്യും. അതിനി ബേൺ ചെയ്യണമെങ്കിൽ തന്നെ അതെന്ത് ചെയ്യില്ല, പെട്ടെന്നൊന്നും ബേൺ ചെയ്യില്ല, അത് ടൈം എടുക്കും, അത്ര നല്ലതുമല്ല, ഭയങ്കര അത്രയും അവസ്ഥയാണ്. സോ അത് നമുക്ക് എന്താണ് റിലീസസ് ലോട്ട് ഓഫ് പോയ്സണസ് ഫ്യൂംസിലെ അതൊരുപാട് പോയ്സണസ് പുക അത് കത്തിക്കുമ്പോൾ ഒരുപാട് വൃത്തികെട്ട പുകകൾ നമുക്ക് വരുമ്പോൾ അത് നമ്മൾ ശ്വസിച്ചാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളും അതെന്ത് ചെയ്യുക സ്റ്റിമുലേറ്റ് ചെയ്യും. Have you ever seen a garbage dump where animals are eating garbages? In the process of eating food waste, they swallow materials like polythene bags and wrappers of food. Can you imagine the consequences? The plastic material chokes the respiratory system of these animals or form a lining on the stomach and can be caused to death. അതായത് ചില സമയത്ത് നമ്മൾ ഗാർബേജിൽ അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ കാറ്റിൽസും അതുപോലെ തന്നെ ആനിമൽസൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ചില സമയത്ത് അവരെന്ത് ചെയ്യും, പ്ലാസ്റ്റിക് ബാഗുകളും റാപ്പേഴ്സോ ഫുഡൊക്കെ അവർ കഴിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കോൺസിക്വൻസസ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. അതായത് പ്ലാസ്റ്റിക് മെറ്റീരിയലൊക്കെ എന്ത് ചെയ്യും, റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ പോയിട്ട് അത് അവരെ ചോക്ക് ചെയ്യില്ലേ, അതവിടെ തങ്ങി നിന്നാണ് അവർക്ക് റെസ്പിറേഷൻ നടത്തൂല. അപ്പോൾ അവർക്ക് ചില സമയത്ത് അത് സ്റ്റൊമക്കിന് ലൈനിങ്ങിൽ പോലെ ഇങ്ങനെ ഫോം ചെയ്യും. അങ്ങനെ അവസാനം അവർക്ക് എന്ത് ചെയ്യും, അവർ എന്താ പറയുക ചത്തു പോകാൻ വരെ ചാൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇനി polythene bags or poly bags carelessly thrown here and there and responsible for clogging of drains too. Sometimes we are careless and throw wrappers of the chips, biscuits and eatables into the road or in parks or picnic places. Should we not think twice before doing it? So a responsible citizens, what measures do you suggest to keep public പ്ലേസസ് ക്ലീൻ ആൻഡ് ഫ്രീ ഓഫ് പ്ലാസ്റ്റിക്? ചില സമയത്ത് എന്ത് ചെയ്യും, ഈ പറയുന്ന പ്ലാസ്റ്റിക് ബാഗ്സ് നമ്മൾ ചിപ്സിൻ്റെയും ബിസ്ക്കറ്റ്സിൻ്റെയൊക്കെ കവർ എന്ത് ചെയ്യും, റാപ്പേഴ്സ് നമ്മൾ പാർക്കിലും പിക്നിക്കിലും ഒക്കെ പോകുമ്പോൾ പിക്നിക് പ്ലേസസിലും പാർക്കിലും റോഡിലേക്ക് കൊണ്ടുപോയി നമ്മൾ ഇടും. ചില സമയത്ത് ഇതെന്ത് ചെയ്യും, ഡ്രെയിനേജില്ല അതായത് ചാലുകളൊക്കെ അത് എന്ത് ചെയ്യും ക്ലോഗ് ചെയ്യും അല്ലെങ്കിൽ അത് കെട്ടി നിൽക്കും. അതൊക്കെ ഭയങ്കര സീരിയസ് ഇഷ്യൂസാണ്. അപ്പോൾ നമ്മളൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. Avoid the use of plastics as far as possible. Make use of bags from cotton or jute when you go for shopping. The biodegradable and non-biodegradable wastes should be collected separately and disposed of separately. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ കഴിയുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ജൂട്ട് ബാഗ്സും കോട്ടൺ ബാഗ്സൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. ബയോഡിഗ്രേഡബിൾ അല്ലെങ്കിൽ നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റൊക്കെ എപ്പോഴും എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യണം. അത് വീട്ടിലൊക്കെ ആണെങ്കിലും പ്ലാസ്റ്റിക് കവറുകളൊക്കെ വേറെ, അതുപോലെ തന്നെ നമ്മളെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ വേറെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഇതെപ്പോഴും നിങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. വേറെ ഒരു രീതിയിലൊക്കെ പ്ലാസ്റ്റിക് എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്കൊരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നതാണ് റീസൈക്ലിംഗ് ആണ് അല്ലേ. പ്ലാസ്റ്റിക് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ചില കുപ്പിയും പാട്ടയും പെറുക്കുന്ന കുറേ ആൾക്കാർ നമ്മൾ വീട്ടിലേക്ക് വരാറുണ്ട്. അവരിങ്ങനെ നമുക്ക് കുറച്ച് പൈസ തന്നിട്ട് അവർ പ്ലാസ്റ്റിക് കൊണ്ടുപോകണം എന്താണെന്ന് വെച്ചാൽ അതിന് കാലത്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ക്വാളിറ്റി ആയിട്ട് അവർ ഇറക്കും. അത് റീസൈക്കിൾ ചെയ്തിട്ട് സെക്കൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിട്ട് ഇറക്കും. അങ്ങനെ ഇറ്റ് ഈസ് ബെറ്റർ ടു റീസൈക്കിൾ പ്ലാസ്റ്റിക് വേസ്റ്റ്. മോസ്റ്റ് ഓഫ് ദ തെർമോ പ്ലാസ്റ്റിക് ക്യാൻ ബി റീസൈക്കിൾഡ്. മേക്ക് എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ദാറ്റ് യു ക്യാൻ be recycled. However, during recycling, certain coloring agents are added. This limits its usage, especially for storage of food. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ തെർമോപ്ലാസ്റ്റിക്സ് ഒക്കെയാണ് റീസൈക്കിൾ ചെയ്യുക. അതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുക, അങ്ങനെ സ്റ്റോറേജ് ഓഫ് ഫുഡിനൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. അതിലേക്ക് കുറച്ച് കളറിങ് ഏജൻസ് ഒക്കെ ആയിരിക്കും അവർ ആഡ് ചെയ്യുന്നത്. ഓക്കെ,
So, as a responsible citizen, remember 5R principle, that is reduce, reuse, recycle, and recover and refuse. Reduce, reuse, and recycle, recover, and refuse. അങ്ങനെ ഈ ഒരു ഹാബിറ്റ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഇത് ഡെവലപ്പ് ചെയ്യണം. ഇനി ഫൈബർ വൈസ് ഡു നോട്ട് ത്രോ പ്ലാസ്റ്റിക്സ് ഇൻ ദി വാട്ടർ ബോഡീസ് ഓൺ റോഡിലോ അല്ലെങ്കിൽ വാട്ടർ ബോഡീസിലോ ഒരിക്കലും പ്ലാസ്റ്റിക് എറിയാൻ പാടില്ല. ടേക്ക് എ കോട്ടൺ ബാഗ് ഓർ ജൂട്ട് ബാഗ് വൈൽ ഗോയിങ് ഫോർ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കോട്ടൺ ബാഗോ ജൂട്ട് ബാഗോ എപ്പോഴും ക്യാരി ചെയ്യുക. Try to minimize the use of plastic materials. Example, use a steel lunch box instead of a plastic one. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽസിൻ്റെ യൂസ് കുറയ്ക്കാൻ നോക്കുക. എപ്പോഴും എക്സാമ്പിൾ പറയുന്നത് സ്റ്റീൽ ബോക്സ് യൂസ് ചെയ്യുക. ലഞ്ച് ബോക്സിന് പ്ലാസ്റ്റിക് ലഞ്ച് ബോക്സിന് പകരം നമ്മൾ സ്റ്റീൽ ബോക്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ 2 സെക്ഷനോടെ ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്. താങ്ക് യു എവരിവൺ. താങ്ക് യു സോ മച്ച്.